ഇത്രയും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് സൂവില് പോലും ഇത്ര ദിവസം കിട്ടില്ല. ഇച്ചിരി അടുത്ത് പോയി കഴിഞ്ഞാൽ ഇണങ്ങോ എന്തോ. പോയി നോക്കാം നമുക്ക്. നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായി നമ്മൾ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ട് ഇത് ഇവിടുത്തെ കൊറോണ സിറ്റുവേഷനും കർഫ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു സ്പോട്ട് കാണാൻ പോവുകയാണ്. ഇതുവരെയും ലാറ്റ്വിയയിൽ ആരും നിങ്ങളെ കാണിച്ചിട്ടില്ലാത്ത ഒരു സ്പോട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനിതുവരെ അതിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പം സ്ഥലം എത്രത്തോളം ഗുമ്മുണ്ടെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ 1-2 ഫോട്ടോസിൽ മാത്രമേ ഈ പ്ലേസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഇപ്പോൾ റിഗ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഔട്ടായി. അപ്പോൾ റിഗ സിറ്റിയിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ടാണ്. സ്ഥലം എന്താണെന്നുള്ളതൊക്കെ ദ്രുത വീഡിയോ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ബെല്ലൈക്കൻ അടിച്ചിട്ടേക്ക്, എന്നാലേ മറ്റേ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ടു ദ വീഡിയോ. കുറേ അധികം ഇങ്ങോട്ട് വന്നു. ചെറുതായിട്ട് ഒരു മഞ്ഞ് കൊഴിഞ്ഞു കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. നേരത്തെ അന്ന് ലാസ്റ്റ് വീഡിയോ കാണിച്ച അത്രയും മഞ്ഞൊന്നുമില്ല. ഇപ്പോൾ വന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഡ്രൈവിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകാൻ ഇനി ഒരു 6.5 കിലോമീറ്റർ ഇവിടുന്ന് ബാക്കിയുണ്ട്. ബാക്കി വിവരങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാട്ടോ. വരെ ഇവിടെ ഈ മഞ്ഞ് ചെറുതായിട്ട് ചെറിയ മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങളൊരു അടിപൊളി കാഴ്ച കാണിക്കാം. ഞങ്ങൾ ആ പാലം കയറി ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചർച്ചുണ്ട്. അപ്പോൾ ആ ചർച്ച് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് അതേ ആ ഒരു സ്പോട്ട് ഉണ്ട്. ആ ഒരു സ്പോട്ട് ഞങ്ങൾ കിട്ടുന്ന സാധനം കാണിക്കാം. അധികം ആരും നേരിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് കേട്ടോ. അരയന്നം, ഒറിജിനൽ അരയന്നം, റിയൽ വൈറ്റ് സ്വാനെ ഞാൻ കാണിക്കാൻ വന്നത്. ഓക്കെ, ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തേ അത് പോകുമെന്ന് എനിക്കറിയത്തില്ല. ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്രതീക്ഷിതമായിട്ട് കണ്ടതായിട്ടോ. അല്ല 2 ഉണ്ട് കഴിച്ചു, 2 ഉണ്ട്. വേണ്ട, പക്ഷേ സ്വാനെ ഞാനിങ്ങനെ നേരിട്ട് ലൈവായിട്ട് സൂവിലൊക്കെ അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. 2 ഉണ്ട്. നമുക്ക് എത്രത്തോളം അടുത്ത് പോകാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. നോക്കാം നമുക്ക് അത് ഇണങ്ങോ ഇല്ലയോ എന്നൊക്കെയുള്ള. ഗൈസ്, നമ്മൾ വിചാരിച്ചു ഇത് ദൂരേക്ക് പോകുന്നു, പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഹായ്. പക്ഷെ ഒരു പേടിയില്ല കേട്ടോ, നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഇത്. ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്കറിയത്തില്ല. ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇത്രയും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് സൂവില് പോലും ഇത്ര ദിവസം കിട്ടില്ല. ഇച്ചിരി അടുത്ത് പോയി കഴിഞ്ഞാൽ ഇണങ്ങോ എന്തോ. പോയി നോക്കാം നമുക്ക്. അയ്യോ, കൊത്താൻ വരുന്നല്ലോ കേട്ടോ. സീനാണ്. വായൊക്കെ തുറന്ന് കടിക്കുന്നു തോന്നുന്നു. എൻ്റെ ചുണ്ടൊക്കെ കണ്ടുപിടിക്കണേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പല്ലൊക്കെ ഉണ്ട് കാണിച്ചിട്ട്. നമ്മുടെ തിന്നാൻ കൊടുക്കാൻ ഒന്നുമില്ല കേട്ടോ. അമ്മാമ്മ ബ്രെഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തിന്നാൻ വരുന്നുണ്ട് കേട്ടോ. തിന്നാനടുത്ത് ഇണങ്ങി ചെല്ലുന്നുണ്ട്. ഫുഡൊക്കെ ഇട്ട് കൊടുത്താൽ തിന്നും കേട്ടോ. പുള്ളിക്കാരി ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, തിന്നാൻ വേണ്ടി വരുന്നുണ്ട്. കുഞ്ഞിൻ്റെ അടുത്ത് ഇണങ്ങും തോന്നുന്നു. നോക്കാം നമുക്ക്. പക്ഷേ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇത് അപ്രതീക്ഷിതമായിട്ടാണ്. നേരെ ഞങ്ങളങ്ങ് വഗർബുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നേരെ അങ്ങോട്ട് പോയിരുന്നത് ചിലപ്പോൾ ഇത് കാണാൻ പറ്റില്ല. താറാവൊക്കെ വരുന്നുണ്ട്. ഇത് സ്വാൻസിൻ്റെ കുഞ്ഞാണോ? അല്ല, അത് പക്കാ താറാവ് തന്നെയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് കൈസ്. കൈയൊക്കെ ഇറങ്ങിയാൽ തുടങ്ങി. ഗിബല് കാറിലിരിക്കത്തുള്ളൂ, എടുത്തിട്ടില്ല. മുത്തേക്കൊക്കെ വരുന്നുണ്ട്. കെട്ടിക്കുന്നത് ഒന്നുമില്ല മുത്തേ തരാൻ. നമ്മളൊന്നും കൊണ്ടുവന്നില്ല തരാൻ. നമുക്ക് ഇത്രയും എടുത്ത് കാണാൻ പറ്റിയ ക്യാമറ തൊട്ടടുത്തുണ്ട്. അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അയ്യോ പാവട്ടോ. നേരത്തെ എല്ലാം കടിക്കാൻ വരുന്നുണ്ട്. എനിക്കൊന്നും വിശന്നിട്ടായിരിക്കും, ഫുഡ് കൊടുക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. അടുത്തോട്ട് വരുന്നുണ്ട്. കണ്ടോ അത് തൊടാൻ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ വാതർന്നിൻ്റെ നാക്കൊക്കെ കാണാൻ പറ്റും. ഒന്നൂടെ തൊടാൻ ചെന്നാടാ. നീ അങ്ങ് തോട്, നീ അങ്ങ് പിടിക്ക് ജസ്വിനെ. ഇവിടെ സീനാവുന്നു.
എന്നെ ഇത് കട്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് എൻ്റെ സമാധാനത്തോടെ അത് വിരഹിച്ചോട്ടെ. അയ്യോ വിരഹിക്കല്ല, അതതിൻ്റെ സമാധാനത്തോടെ അതിൻ്റെ ഹാബിറ്റാറ്റിൽ എൻജോയ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കി അടുത്ത പരിപാടിക്ക് പോകാം. എന്തായാലും സ്ഥലം നല്ല രസമാണ് കാണാൻ, നല്ല വൈബായിട്ടുണ്ട് കാണാൻ, നല്ല തണുപ്പാണ് ഗൈസ്. ഓ കൈയൊക്കെ കുറച്ച് സീരായിട്ടുണ്ട്. ആർ യു കമ്മിങ് വിത്ത് അസ്? ഞങ്ങളോടൊപ്പം പോരുന്നോ? കാരന ചായയിൽ ആട് മേയ്ക്കാൻ ഞങ്ങളോടൊപ്പം പോരുന്നുവോ നീ? നമുക്കൊരു ട്രിപ്പൊക്കെ പോവാം. ഞങ്ങൾ കാണാൻ കൊണ്ട് വഗർബുള്ളിലെ കാട്ടിലിറക്കി വിടാം, വരുന്നോ? അപ്പോൾ ഓക്കെ ബൈ, ടാറ്റ. ഞങ്ങളുടെ കൂടെ ഇഷ്ടം സമയം സ്പെൻഡ് ചെയ്ത നിനക്ക് ടാറ്റ. പാലം കയറി വന്നപ്പോഴേ ഈ ചർച്ചയുണ്ട് ദൂരേന്ന്. അപ്പോൾ ഇതിൻ്റെ ആ ടോപ്പ് ഒരു ഡോം പോലത്തെ ഷേപ്പൊക്കെ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ശരിക്കും നമ്മളിങ്ങനെ കറങ്ങി അടിച്ച്, വഴി അറിയത്തില്ലായിരുന്നു, ജോഗ്രഫിക്കൽ വഴി നോക്കിയിട്ട് വന്നതാണ്. കാരണം മാപ്പിൽ നോക്കാൻ നമുക്ക് ചർച്ചിൻ്റെ പേര് അറിയത്തില്ലല്ലോ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് 13ാം സെഞ്ചുറിയിൽ സ്ഥാപിച്ച ഒരു ചർച്ചാണ്. അത് റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഒരു ഓർത്തഡോക്സിയൽ ചർച്ചാണ്, ലാറ്റ്വിയൻ ഓർത്തഡോക്സ് ചർച്ചാണ്. ഇവിടെ ലാറ്റ്വിയൻസും റഷ്യൻസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ാം സെഞ്ചുറിയിൽ സ്ഥാപിച്ചതാണ് ഇവിടുത്തെ ലാറ്റ്വിയൻസ് നേരൂടെ. അത്രേ ഉള്ളൂ. അല്ല വലിയ ചരിത്രം ഉറങ്ങുന്ന ചർച്ചൊന്നുമല്ല. എങ്കിലും നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. നല്ല സൈലൻസാണ്, നല്ല രസം ഉണ്ടാകുമൊക്കെ കാണാൻ. കൊച്ചു പള്ളിയാണ്, വെളിയിൽ നിന്ന് കാണുന്ന അത്രയും വലുപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ പ്രയർ. അവരുടെ വന്നിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ വന്നു പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നു, മുത്തുന്നു, ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ. പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിള്ളേരൊക്കെ വരുന്നു അവിടെ, അതാണെന്ന് തോന്നുന്നു മെയിൻ. അവിടെ വന്ന് മുത്തിയിട്ട് പോകുന്നു. ഇതിനകത്ത് മാസ്കും തലയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാസ്കൊക്കെ ഊരി വെക്കാൻ ഞങ്ങളോട് പറഞ്ഞ് മാസ്കൊക്കെ ഊരി വെച്ചോ, അകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുറേ ഫോട്ടോസൊക്കെ കാണാൻ പറ്റി. എല്ലാം എഴുതിക്കുന്ന റഷ്യനിലാണ് കേട്ടോ. ഇത് ഇപ്പം കൂടുതൽ റഷ്യൻസാണ്. ലാറ്റ്വിയൻസും റഷ്യൻസും ഇവിടെ പണ്ട് സ്ഥാപിച്ചതാണെങ്കിലും ഈ ഏരിയയിൽ കൂടുതൽ റഷ്യൻസാണ്. അപ്പോൾ ഇവിടെ മാസം കാര്യങ്ങളൊക്കെ നടക്കുന്നത് റഷ്യയിലാണ്. ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത്, ഓഡിയോ ക്ലിയർ ആകും എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുക. അത്ര അടുത്ത് നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഓഡിയോ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഇതൊരു മെഴുകുതിരി സ്റ്റൈലാണ് കേട്ടോ. അകത്ത് നല്ല ശാന്തമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അവിടെ നിന്ന് ഹോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്ലോഗ് ചെയ്ത് വെറുതെ അവിടെ ഉള്ളവരുടെ സമാധാനം നശിപ്പിക്കേണ്ടത് കരുതിയിട്ടാണ് അകത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനത്. അപ്പോൾ അകത്ത് കുറച്ച് ഫ്രെയിംഡ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഒരു ചെറിയ പള്ളിയാണ്. അവിടുത്തെ ഫാദറിനെ കണ്ടിരുന്നു. ഫാദറിന് തന്നെ കറുത്ത കാപ്പായൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഫാദർമാരെ പോലൊന്നുമല്ല, നല്ല കട്ട താടിയുണ്ട്. മുടി ഭയങ്കരമായിട്ട് വളർത്തിയിരിക്കുന്നു. ഒരു നടുവിൻ്റെ സൈസിന് മുടി വളർത്തിയിട്ടുണ്ട്, കെട്ടിയകത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാദറായിരുന്നു. അപ്പോൾ ഇതാണ് ചർച്ചിൻ്റെ ഒരു ഔട്ടർ ഭാഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കയറുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതൊന്ന് 2 ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളിലൊക്കെ ഉള്ളൂ. എന്തായാലും ഈ യാത്രയിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ പള്ളിയും കൂടെ കാണാൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതരാം. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. വഗർബുള്ളു എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ച് ഇനിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. മാപ്പിൽ ഒരു എന്താ പറയുന്ന ഈ റിവറിൻ്റെയൊക്കെ തീരത്തോട്ടുള്ള റോഡ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോകാം. നമ്മൾ ഒരു യാത്രയ്ക്കാണെങ്കിൽ എവിടൊക്കെയാണ് പോകുന്നത്. ശരിക്കും റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡൊക്കെ കാണിച്ചെടുത്ത്, ഈ വീടൊക്കെ കാണിച്ചെടുത്ത് സൈഡ് പിടിച്ച് ഇത് കണ്ടോ, അടിപൊളി സ്പോട്ടാണ്. എന്നുവെച്ചാൽ നല്ല റിവർ വ്യൂ വീടുകളെന്നൊക്കെ പറയുമല്ലോ, അതുപോലെ. നമുക്കൊക്കെ താഴോട്ട് കാർ പോയി നോക്കാം. താഴോട്ട് കാർ ചെല്ലുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വേണ്ട ചതുപ്പുണ്ട്, ചതുപ്പ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെ നമുക്ക് വിളിക്കാം ഹെൽപ്പിന്. ഓഫ് റോഡാണ് ഗൈസ്. ഓൺ ചെടി പറ്റും വണ്ടി പോയിൻ്റെ ഇവിടെ. കൊള്ളാം, വീണ്ടും സ്പോട്ട്, അടിപൊളി സ്പോട്ട്, രക്ഷയില്ല. വാ സീൻ ഇവിടെ അടിച്ചു വിട്. ബോട്ടുണ്ട്, ചങ്ങാടം ചവിട്ട്. പക്ഷേ ഒരു കിടില സ്പോട്ട് കിട്ടിയിട്ടിരിക്കുകയാണ്. നമ്മൾ ആ വഴി ഇങ്ങനെ ഇറങ്ങി വന്നപ്പം കണ്ടൊരു സ്പോട്ടാണ്. ഇവിടുത്തെ പഴയ വീടുകൾ, പിന്നെ നമ്മുടെ കാറ്, നല്ലൊരു
എന്താ പറയുന്നത്, ഈ റിവറിൻ്റെ സൈഡിൽ കൂടി, ഇതൊരു റിവറാണ് കേട്ടോ, ആ റിവറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നൊരു വഴി, ലൈറ്റായിട്ട് മഞ്ഞൊക്കെ പഞ്ഞ് കിടപ്പുണ്ട്. ഒരു പട്ടി നമ്മളെ സൈക്കോ ആയിക്കോട്ടിരിക്കണം, ഇവിടെ വന്നപ്പോൾ തൊട്ട് പട്ടി കൊരയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ഈ സ്പോട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇത് മറ്റേ ജങ്കാർ പോലത്തെ സെറ്റപ്പ്, ചെറിയ ചെങ്ങാടം ഉണ്ടല്ലോ. പക്ഷേ നമുക്ക് ചെറിയ ഒരു ഓഫ് റോഡ് സെറ്റപ്പൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ ഈ സൈഡിലെ വീടൊക്കെ കാണുമ്പോഴേ ശരിക്കും ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട്, ഇതുപോലൊരു വീട് നമുക്കും കിട്ടിയിരുന്നെങ്കിൽ. ഈ വീടൊക്കെ കണ്ടോ, എന്താ പറയുക, നമ്മുടെ ഈ ഡിസ്നിയിലെ എനിക്ക് ഒറ്റ ഓട്ടത്തിൽ കണ്ടപ്പോൾ അതിൽ കാർട്ടൂണിലൊക്കെ കാണുന്ന, അല്ലെ എന്തെങ്കിലും ഫാൻറ്റസി ഫിലിംസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീട്. അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുവാ, നേരെ നമ്മുടെ റിവറിലോട്ടുള്ള സ്പോട്ടാണ്. അവിടെ അവരുടെ സ്വന്തം, ഇവിടെ ഓരോ വീടുകൾക്ക് സ്വന്തമായിട്ട് കയാക്കിംഗ് ബോട്ട്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സിറ്റി ലൈഫിനെക്കാട്ടും ഇഷ്ടം ഇതുപോലുള്ള സ്പോട്ടുകളിൽ വന്നിട്ട് ഇങ്ങനൊരു വീടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ശാന്തസുന്ദര പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല രസമുണ്ട് കേട്ടോ കേട്ടോ. എനിക്ക് കിട്ടുന്ന വൈബ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കിട്ടുന്നുണ്ടെങ്കിൽ പുളി. ഇവിടുത്തെ ഈ മരങ്ങളും ഈ ഏരിയയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇത് അങ്ങോട്ടുള്ള റോഡും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളില്ല വയനാടൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് ഉണ്ടല്ലോ, ആ ഫോറസ്റ്റ്, ഇതൊരു ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലില്ല ദേവദാരു മരങ്ങൾ എന്ന് പറയുന്ന മരങ്ങൾ പോലത്തെയാണ്. അതായത് മഞ്ഞുള്ളപ്പോഴും ഇലകൾ കൊഴിയാത്ത, എല്ലാ സീസണിലും ഒരുപോലെ ഇലയുള്ള മരങ്ങളാണ്. അപ്പോൾ ഈ ഒരു റോഡൊക്കെ കാണുമ്പോൾ കറക്റ്റ് കേരളത്തിൽ നമ്മൾ വയനാട്ടിൽ കൂടെ പോകുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ വഗർബുള്ളു ബീച്ചിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട സ്പോട്ട് വേറെയാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വഗർബുള്ളു എന്തോ ഉണ്ട്, ഇവിടെ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാൻ എന്താ സെറ്റപ്പ് എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഈ സ്പോട്ടിലെത്തി, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കണം. നമുക്ക് അവിടെ ഇത് കണ്ടിട്ടില്ലേ 2012 ഫിലിമില് സുനാമി വരുന്ന സെറ്റപ്പ് അതേപോലെ ഉണ്ട്. എൻഡ് കാണാത്ത പോലത്തെ ഒരു റോഡ്, കുറെ പാർക്കിംഗ് ഇതൊക്കെ നോക്കാം. ഇവിടെ ഓക്കെ അങ്ങനെ നമ്മൾ വഗർബുള്ളുവിൻ്റെ സീ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വഗർബുള്ളു ബീച്ചാണ് നമ്മളിപ്പോൾ നേരെ കാണാൻ പോകുന്നത്. ബാൾട്ടിക് സീ ആണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു നേരത്തെ കണ്ട റിവർ തന്നെയാണ് കറങ്ങി എത്തുന്നതെന്ന്, പക്ഷെ അല്ല, നമ്മളിപ്പം ബാൾട്ടിക് സീ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടെ മോനെ എൻലെസ് ആയിട്ടുള്ള വ്യൂ, ഒരു രക്ഷയില്ല. എന്താ പറയുന്നത്, ബീച്ചാണ്, പക്ഷേ ബീച്ചിന് മണ്ടയിൽ ഉപ്പ് വാരിയിട്ട പോലെ മഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് ഒരു എൻലെസ് കാഴ്ചയാണ് ഗൈസ്. ശരിക്കും അടിപൊളി രസമായിട്ടുണ്ട്. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ എക്സസൈസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ആരും സ്വിമ്മ് ചെയ്യാറില്ല, കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ആരും മണ്ടത്തരം കാണിക്കാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സമ്മർ ടൈമിൽ ഇവിടെ കുറേ ആക്റ്റീവ് ആവും. ഇവിടെ വലിയ ബീച്ചാണ് കേട്ടോ, ഇത് കാണാൻ സാധിക്കും. അങ്ങോട്ട് നോക്കി എൻ്റെ കാണാൻ പറ്റുന്നത് അതുപോലുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് നടന്ന് നോക്കാം. എന്നാലും കട്ടിക്ക് മഞ്ഞുണ്ടെങ്കിൽ അടിപൊളിയായേനെ. പിന്നെ ബീച്ച് കുറച്ചുണ്ട്, അങ്ങോട്ട് നോക്കാം. എന്താ ഇപ്പോൾ പറയുക, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഉണ്ടല്ലോ, വേറെ ലെവൽ, ഒരു ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ബീച്ച് എൻഡ് ചെയ്യുന്നില്ല, ഇതാ കാണുന്ന മണ്ണിനപ്പുറം അങ്ങോട്ട് കുറേ ദൂരത്തേക്ക് നമുക്ക് നടക്കാൻ പറ്റും. കാരണം എന്താ ഡെപ്ത് കുറവാണ് ഇവിടെ. പക്ഷെ വെള്ളം ഭയങ്കര തണുപ്പാണ്, ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. അപ്പോൾ അതിന് നമുക്ക് തൊടാനോ അങ്ങോട്ട് ഇറങ്ങാനോ പറ്റത്തില്ല. അതിനുള്ള ഒരു ആവേശം ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് സമ്മറിൽ വീണ്ടും ഇങ്ങോട്ട് വരാം. തിരകൾ ഭയങ്കര കുറവാണ്, കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ലൈറ്റായിട്ട് മാത്രമേ തിരകളുള്ളൂ. അവിടെ കണ്ട ഭയങ്കര ലൈറ്റായിട്ട് മാത്രമേ ഉള്ളൂ തിരകൾ. നമുക്ക് എൻഡ് കാണാൻ പറ്റാത്ത രീതിയിലായിട്ട് ഇവന് ഇൻഫിനിറ്റി ബീച്ച് പോലെ തന്നെ നീണ്ട് കിടക്കുകയാണ്. ഇങ്ങനെ അങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും, അങ്ങ് കിടക്കുക കുറേ അധികം ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഇപ്പം ഈ വ്ളോഗ് ഇവിടെ തീരുന്നില്ല, ഫുള്ള് കാണണം. ഇനി നമുക്ക് സ്പോട്ട് കവർ ചെയ്യാണ്ട്. അപ്പോൾ എങ്ങനെ നമ്മുടെ കൂടെ വരുമല്ലേ? ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ സ്പോട്ടൊക്കെ കാണുമ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞങ്ങൾ മീൻസ് ഞാൻ എൻ്റെ ഫ്രണ്ടും ഒക്കെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്, തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പറയണ്ടല്ലോ, അറിയാമല്ലോ, ചെയ്തേക്കണം. എന്നിട്ട് ത്രൂ ഔട്ട് വീഡിയോ കാണേ. ബീച്ചിൻ്റെ അടുത്തുള്ള സ്പോട്ടാണ് വക്കുട. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഈ രസമുണ്ട് എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് രസം കിട്ടുന്നുണ്ട് അറിയത്തില്ല.
ഇത് ടോട്ടലി വിജനമായിട്ടുള്ളൊരു ഫോറസ്റ്റ് പോലത്തെ ഏരിയ. നമുക്കിവിടെ വാക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു വൈബ് കിട്ടത്തുള്ളൂ കേട്ടോ. അതായത് ത്രൂഔട്ട് ചെറിയൊരു വെള്ള കളറ്, അപ്പോൾ നല്ലൊരു രസമുണ്ട് ഫോറസ്റ്റ് ഒക്കെ കാണാൻ. പിന്നെ ഫുള്ള് പച്ചപ്പായിട്ട് നിലമൊക്കെ ഒരുമാതിരി അഴുകി കിടന്ന ആ ഒരു സൗന്ദര്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ആ പോർഷനിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പോർഷൻ കണ്ടോ, ആ പോർഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെന്തോ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നൊരു സീനാണ്. ഒരുപക്ഷെ അതിൽ നല്ലൊരു ക്യാമറ കൊണ്ട്, ഒരു ഗോപ്രോയോ അല്ലെങ്കിൽ സോണിയുടെയൊക്കെ നല്ലൊരു ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് വൈബ് കിട്ടുന്ന ഒരു ഏരിയ. ഞാനും ജസ്വിനും കൂട്ടുകാരൻ ജസ്വിനും ഉണ്ട് ഇവിടെ. ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു ത്രില്ഡായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ട് 1 വർഷത്തോളം ആവുന്നു. ഇതുവരെ ഇങ്ങനൊരു പ്ലേസ്, ഇങ്ങനൊരു സ്പോട്ട് ഈ ഒരു വൈബിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ലാറ്റ്വിയ കൊള്ളാമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ സ്പോട്ടൊക്കെ കാണുമ്പം ലാറ്റ്വിയ അടിപൊളിയാണ്, വേറെ ലെവലാണ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റാച്യു പോയിൻറ്റ്, അതായത് വാഗർബുള്ളു സ്കൾപ്ചർ പാർക്ക് എന്ന് പറയാം. അത്ര വലിയ സെറ്റപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട. ചെറിയ, എനിക്ക് തോന്നുന്നു ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ചരിത്രവും കാര്യങ്ങളൊന്നുമില്ല. ഇത് പ്രൈവറ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ എന്താ ഒരു പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ് ഏരിയ ആണ്, കുറേ റെസിഡൻസ് താമസിക്കുന്ന ഏരിയ. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ സ്പോട്ട് തന്നെ അവിടെ ഒരു ലേക്ക് വ്യൂ ഉണ്ട്. ഈ ലേക്ക് ചെന്ന് ചേരുന്നത് ബാൾട്ടിക് സീയിലാണ്, നമ്മൾ നേരത്തെ കണ്ട ബാൾട്ടിക് സീയിലാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഏരിയയുടെ ഒരു ഡെഡ് എൻഡ് പോലത്തെ ഏരിയയാണ്. അവിടെ കുറേ അധികം സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫുള്ള് കല്ലുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഹിസ്റ്ററിയൊക്കെ തപ്പി, അങ്ങനെ കാര്യമായ ഹിസ്റ്ററി ഒന്നും ഇല്ല. ഇവിടെ ഏതോ ശില്പി പണിത് സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇവരുടെ ഏരിയ ആണിത്. പിന്നെ ഇവരുടെ ടൂറിസം പോലെ ഉണ്ട് ഇവർക്ക്, www.sculpturaweekly.com എന്നാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ സ്പോട്ടിൽ എനിക്ക് തോന്നുന്നു ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ താമസിച്ച് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അറിയത്തില്ല, എപ്പോഴെങ്കിലും അന്വേഷിച്ച് കിട്ടുവാണെങ്കിൽ നോക്കാം. കൾച്ചേഴ്സൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് റോക്സ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാറ് വണ്ടി ഒന്ന് കയറ്റിക്കൂടാന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കാർ അകത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് ഇറക്കി വിളിക്കൊണ്ടോ. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഗിംബലിലാണ് കേട്ടോ, നേരത്തെ ഒന്നും ഗിംബലിലായിരുന്നില്ല. അതുകൊണ്ട് ആ സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റെബിലിറ്റിയുടെ. ഇത് എന്താ ഒരു ഗ്രാനൈറ്റും കല്ലും കൂടെ ഉള്ളൊരു സെറ്റപ്പാണ്. അതെ, നല്ല പോളിഷ്ഡാണ് കേട്ടോ, പോളിഷ്ഡ് സർഫസാണ്, ഗ്രാനൈറ്റാണ്. ഇത് റഫ് സർഫസാണ്, റഫാണ് കേട്ടോ, റഫ് സർഫസാണ്. കൊള്ളാം, അടിപൊളി സംഭവം. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആ ഒരു വ്യൂ ആണ്, നല്ല രസമുണ്ട്. ആക്ച്വലി എനിക്ക് ഈ സ്പോട്ട് പറഞ്ഞത് ഒരു ചേട്ടനാണ്, ഇല്ലായിരുന്നു ഞാൻ ഈ സ്പോട്ടിനെ പറ്റി അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ ഗൂഗിളിൽ ടൂറിസ്റ്റ് സ്പോട്ടിൽ ലാറ്റ്വിയ എന്ന് അടിച്ചാലൊന്നും ഈ സ്പോട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും അധികം ഇവിടെ ഉള്ളവർ പോലും ഒരുപക്ഷെ ഇത് ഫുള്ള് കണ്ടിട്ടുണ്ടാകത്തില്ല, എൻ്റെ പരിചയത്തിലില്ല. നമ്മൾ മലയാളം വ്ളോഗ്സൊക്കെ നോക്കിയാലും ഈ സ്പോട്ട് ഇതുവരെ ആരും വ്ളോഗ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ സ്പോട്ട് ആദ്യമായിട്ട് വന്ന് വ്ളോഗ് ചെയ്ത ക്രെഡിറ്റ് ഞാനിങ്ങ് എടുക്കുവാണേ, നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാനിങ്ങ് എടുക്കും. ഇതും ഒരു ബാലൻസ്ഡ് റോക്കാണ്. പിന്നെ അടിയിൽ വേറെ സെറ്റപ്പൊന്നും കാണാനില്ല അല്ലേ, ഒന്നുമില്ല. ഒരു കല്ലിൻ്റെ മണ്ട വേറൊരു കല്ല് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അമക്കിയൊക്കെ നോക്കിയാൽ എനിക്കതൊന്നുമില്ല. എല്ലാം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇതാ ഒരു പമ്പരത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു കല്ല്, ഒരു ബർഗറിൻ്റെ റോക്ക് സ്റ്റാച്ചു ഉണ്ട്, അവിടെ ഒരു ബോൾ റോക്ക് സ്റ്റാച്ചു ഉണ്ട്. ഇതെന്താണെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, പുള്ളി കുറേ കല്ലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇനിയും പണിയാനുള്ള പുള്ളിയുടെ മൈൻഡിലുള്ള ശില്പങ്ങളൊക്കെ പണിയാൻ വേണ്ടിയിട്ടുള്ള കല്ലുകളാണ്. ഇവിടെ ഒരു ശില്പം പകുതി പണിയിൽ വെച്ചിട്ടുണ്ട്, പുള്ളിയുടെ പണിയായുധങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ വന്ന ടൈമിൽ എന്തായാലും പുള്ളിയെ കാണാൻ പറ്റില്ല. കാണുന്ന കട്ടർ, റോക്ക് കട്ടറാണ്, ഒക്കെ പുള്ളിയുടെ പണിയായുധങ്ങളാണ്. ചെറിയൊരു ലാഡർ, പുള്ളിയുടെ ഇരിപ്പിടം എല്ലാം സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കണക്ഷനൊക്കെ കൊടുത്തേക്കുന്നത് ഇതാ ആ കാണുന്ന വീട്ടിൽ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീട് തന്നെ ആയിരിക്കും പുള്ളിയുടെ വീട്. അവിടെ ആരെങ്കിലും കണ്ടാൽ നമുക്ക് ഇതുവരെ സംസാരിച്ച് നോക്കാം, പക്ഷെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു ആളനക്കം പോലും ഇല്ലാത്ത അവസ്ഥ. ഇതും പകുതി പണി കഴിഞ്ഞിട്ട് വെച്ചേക്കുന്ന ശില്പമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളാ കൾച്ചറിൻ്റെ ശില്പിയെ കണ്ടു, പുള്ളിയോട് സംസാരിച്ച് നോക്കാം. പുള്ളി ഭയങ്കര വർക്കിൽ ബിസിയാണെന്ന് തോന്നുന്നു.
Hi. What's your name? No English? All beautiful. Superb. Thank you. Don't speak English? I'm sorry, I have not time Ah, okay. because Look. air compressor working and Oh, okay. I must. Okay, very beautiful, very beautiful. പുള്ളിക്കാരന് സമയമില്ല, പുള്ളിക്കാരൻ്റെ കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ടൈമിൽ ഇത് ചെയ്യണം, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. ബൈ ബൈ. പുള്ളിക്കാരനെ ഒന്നും കേൾക്കുന്ന പോലുമില്ല, എല്ലാം ചെവിയിലൊക്കെ സാധനമൊക്കെ വെച്ച് പുള്ളിക്കാരന് വർക്കിംഗ് ആണ്. അപ്പോൾ പുള്ളിക്കാരന് നമ്മളോട് സംസാരിച്ച് നിൽക്കാൻ ടൈമില്ലെന്ന് പറഞ്ഞു. എന്തായാലും കണ്ടല്ലോ, സന്തോഷം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഈ സ്പോട്ടിൽ വന്ന് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇതുവരെ ഈ സ്പോട്ട് ചെയ്താലും വേറെ ആരും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ടിൽ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ സാധാരണ വഗർബുള്ളു എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് സ്പോട്ട് കാണാൻ പറ്റില്ല. വഗർബുള്ളു കൾച്ചർ പാർക്ക് എന്ന് അടിച്ചാലേ വരത്തുള്ളൂ. അങ്ങനെ പ്രൈവറ്റ് സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ മേസ്തിരിയൊക്കെ കണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള പുതിയ വെറൈറ്റി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് വ്ളോഗ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് ഈ സ്പോട്ട് പറഞ്ഞു തന്നത് ബിജോ ചേട്ടനാണ്. അപ്പോൾ എന്നോട് ബിജോ ചേട്ടനാണ് ആദ്യമായിട്ട് പറഞ്ഞേടാ, ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട്, അധികം പേരൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല, നിനക്കും ഇഷ്ടപ്പെടും, നിനക്കും വ്ളോഗിനുള്ളൊരു കണ്ടൻറ്റ് കിട്ടും, നീ പോയി നോക്കുക. അപ്പോൾ ബിജോ ചേട്ടനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്പോട്ട്. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ബൈ ബൈ. ബൈ ബൈ.